വിഷ്ണു ശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ വീണ്ടും ശാലിനി പറയടി എന്നിങ്ങനെ പറയുമ്പോൾ സത്യഭാമ അങ്ങോട്ട് പറയുന്നുണ്ട്, അവൾ വീണ്ടും നീ ഇങ്ങനെ ഒരു കഥയുമായിട്ട് വരേണ്ട ആവശ്യമൊന്നുമില്ല ശാലിനി, അല്ല കാർത്തിക് എന്താണ് ഏതാണ് എന്നുള്ളതൊക്കെ എനിക്കറിയാം, വന്നവരെയും വിളിച്ചുകൊണ്ട് അങ്ങോട്ട് പോകാനായിട്ട് പറയുകയാണ്. അന്നേരം ഇവൾ പറയട്ടെ, ബാക്കി ഇവൾ പറയട്ടെ എന്ന് ശാലിനി വീണ്ടും പറയുന്നുണ്ട്. ഇവൾക്ക് അച്ഛനും അമ്മയും ഒന്നും ഇല്ല എന്നല്ലേ പറഞ്ഞത്, അപ്പോൾ ഇവരാരാ സത്യമേ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അന്നേരം ഇവരാരാന്നൊന്നും എനിക്കറിയേണ്ട ആവശ്യമില്ല, ഇവൾ വളർന്നൊരു അനാഥാലയത്തിലാണ്, അച്ഛനും അമ്മയൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞില്ലേ ചോദിക്കുകയാണ്. അന്നേരം അത് അങ്ങനെയല്ലല്ലോ സത്യാമ്മയും, മിനിമം കൂടെ നിൽക്കുന്ന ഒരു ബാക്ക്ഗ്രൗണ്ട് എങ്കിലും അറിയണ്ടേ, ആൾമാറാട്ടം നടത്തുന്നവരെ കുറിച്ചെങ്കിലും അറിയണ്ടേ എന്നിങ്ങനെ ശാലിനി ചോദിക്കുമ്പോൾ രാഘവൻ നായർ ചോദിക്കുകയാണ്, എന്താ മോളെ നീ പറഞ്ഞത്, ആൾമാറാട്ടമോ, ആര് നടത്തി എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അത് ഇവൾ തന്നെയാണ് പറയേണ്ടത്, പറയടി ഇവരെ നിനക്ക് അറിയുമോ ഇല്ലയോ എന്ന് ചോദിക്കുകയാണ്. ചോദിക്ക് സത്യാമ്മ ഒന്നോട്, യെസ് ഓർ നോ, ആ ഒരു ഉത്തരം മാത്രം മതി, സത്യാമ്മ ഒന്ന് ചോദിക്ക് എന്നിങ്ങനെ പറയുമ്പോൾ പിന്നെ കാർത്തികയെ തന്നെ സത്യഭാമ നോക്കുന്നുണ്ട്. സത്യഭാമ ആകെപ്പാടെ ഇങ്ങനെ അങ്ങോട്ട് ശ്രദ്ധിക്കുകയാണ്. പക്ഷേ കാർത്തിക ഒന്നും അങ്ങോട്ട് മിണ്ടുന്നില്ല. തുടർന്ന് ഇവർ നിനക്ക് അറിയുമോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അവസാനത്തെ ശാലിനിയുടെ ചോദ്യത്തിന് അറിയാം എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം ഭാമ ഇങ്ങനെ ശ്രദ്ധിക്കുകയാണ്. തുടർന്ന് മോളെയെന്നും പറഞ്ഞ് ഇങ്ങോട്ട് ശൈലജ അങ്ങോട്ട് പോകാൻ തുടങ്ങുമ്പോൾ രാഘവൻ നായരല്ല രാജേന്ദ്രൻ തടുക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, വേണ്ട മാഡം, ഇനി ഇവൾ പറയേണ്ട ആവശ്യമൊന്നുമില്ല, നൊന്ത് പ്രസവിച്ച അമ്മയും അച്ഛനെയും അറിയില്ല എന്ന് പറയുന്നവളെ ഇനി തടുക്കേണ്ട, അവൾ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, അവൾ ഇങ്ങനെ ഒരു മകൾ നമുക്കില്ലാന്ന് തന്നെ കരുതിക്കോളാം, നമുക്ക് പോവാം ശൈലജയെന്നും പറഞ്ഞ് രാജേന്ദ്രൻ നിൽക്കുകയാണ്. അതിനു മുന്നേ ശാലിനി പറയുന്നുണ്ട്, ഇവരെ നിനക്ക് അറിയാമല്ലേ, അപ്പോൾ നൊന്ത് പ്രസവിച്ച അമ്മയും അച്ഛനും വളർത്തി വലുതാക്കിയ അച്ഛനുമാണെന്ന് അങ്ങോട്ട് പറയടി എന്ന് പറയുമ്പോൾ എല്ലാവരും ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. രാഘവൻ നായരും പിള്ളയും പൊന്നിയും പിന്നെ ശ്യാമയും രോഹിത്തും വിഷ്ണു ഒക്കെ അന്തം വിട്ട് നോക്കുകയാണ്. അന്നേരം പപ്പി മനസ്സിൽ കരുതുന്നുണ്ട്, എന്നെ കൃഷ്ണൻ രക്ഷിച്ചു, എനിക്ക് വാക്ക് തന്നതല്ലേ, എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരാമെന്ന്, അപ്പോൾ പണി പറ്റിച്ചു അല്ലേ എന്നൊക്കെ പപ്പി ഇങ്ങനെ മനസ്സിൽ കരുതുകയാണ്. തുടർന്ന് ഈ പിന്നെ കാർത്തിക് ഒന്നും മിണ്ടാൻ നിൽക്കുമ്പോൾ ശൈലജ, അതുവരെ കരഞ്ഞുകൊണ്ടിരുന്ന ശൈലജയ്ക്ക് അങ്ങോട്ട് ദേഷ്യം വരികയാണ്. അങ്ങനെ അങ്ങ് പോകാൻ പറ്റുമോ, ഇവളെ അങ്ങനെ വിടാനായിട്ട് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് കാർത്തികയെ അങ്ങോട്ട് മുന്നോട്ട് ചെന്ന് പിടിക്കുകയാണ്. മണിമാളികയും എല്ലാം ഒക്കെ കണ്ടപ്പോൾ അച്ഛനെയും അമ്മയെയും നീ അങ്ങോട്ട് മറന്നു അല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതിനു മുമ്പേ രാജേന്ദ്രൻ ചോദിക്കുകയാണ്, നിന്റെ ഈ വയറ്റിൽ തന്നെയാണോ ഈ 10 മാസം ഇവളെ ചുമന്ന് നീ പ്രസവിച്ചത്, ഇവൾക്ക് വേണ്ടിയാണോ നീ കണ്ണീരും പ്രാർത്ഥനയും ഒക്കെ ആയിട്ട് നടന്നത് എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് അതിനുശേഷമാണ് ഈ ശൈലജയാണെങ്കിൽ കാർത്തികയുടെ അടുത്തേക്ക് ചെല്ലുന്നത്. നിനക്കറിയില്ല അല്ലേ, ഇങ്ങനെ ഒരു മകൾ ജീവിച്ചിരിക്കുന്നത് ഞങ്ങൾക്ക് അപമാനം തന്നെയാണ്, മണിമാളികയും പണവും സ്വത്തും ഒക്കെ കണ്ടപ്പോൾ നീ അച്ഛനെയും അമ്മയും ഒക്കെ മറന്നു അല്ലേ, മുണ്ട് മുറുക്കി ഉടുത്ത് കൂലിപ്പണി ചെയ്തല്ലേ നിന്നെ വളർത്തിയത്, അപ്പോൾ നിനക്കിപ്പോൾ ഞങ്ങളെ വേണ്ട അല്ലേ, നീ ജീവിച്ചിരിക്കുന്നത് തന്നെ ഈ നാടിന് മണ്ണിന് തന്നെ ദോഷമാണ് എന്ന് പറഞ്ഞിട്ട് കാർത്തികയ്ക്ക് ആദ്യം ഒരു അടി കൊടുക്കുന്നുണ്ട്. വീണ്ടും കാർത്തിക പിടിച്ചങ്ങോട്ട് കഴുത്തിന് പിടിക്കുകയും നീ ജീവിച്ചിരിക്കേണ്ട എന്നൊക്കെ പറഞ്ഞ് വീണ്ടും പൊതിരെ അങ്ങോട്ട് ശൈലജ കാർത്തികയെ അടിക്കുകയാണ്. അന്നേരം കാർത്തിക നിന്നും കരയുന്നുണ്ട്. പക്ഷേ സത്യഭാമ ആകെ അന്തം വിട്ട് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അന്നേരം മതി അമ്മേ എന്നിങ്ങനെ കാർത്തിക വിളിക്കുകയാണ്. അന്നേരമാണ് ഭാമയ്ക്ക് കൂടുതൽ വ്യക്തമാകുന്നത് അമ്മ തന്നെയാണ് എന്നവിടെ സത്യഭാമ ഉറപ്പിക്കുന്നത്. അതിനുശേഷം രാജേന്ദ്രനാണെങ്കിൽ സത്യഭാമയോട് പറയുന്നുണ്ട്, നിങ്ങൾ ആരാണ് എന്താണ് എന്നൊന്നും ഞങ്ങൾക്കറിയില്ല, പക്ഷേ ഇവൾ ഞങ്ങളുടെ മകളാണ്, ഞങ്ങളുടെ 2 മക്കളിൽ ഒരുവളാണ്, പക്ഷേ ഇനി ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു മകളില്ല, ഞങ്ങൾക്ക് ഇവളുടെ ആവശ്യമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഈ ശാലിനി മാഡം പറഞ്ഞതൊക്കെ സത്യമാണ് എന്നവിടെ സ്ഥാപിക്കുകയാണ്. തുടർന്ന് സത്യഭാമയ്ക്ക് ആകെ അങ്ങോട്ട് ദേഷ്യം വരുന്നുണ്ട്. ഭാമ ചോദിക്കുകയാണ്, അപ്പോൾ കാർത്തിക ഇങ്ങോട്ട് പിടിച്ചു കുലുക്കിയിട്ട്, അപ്പോൾ നീ ഞങ്ങളോട് പറഞ്ഞതൊക്കെ കള്ളമായിരുന്നു അല്ലേ, നീ അനാഥയാണ് എന്നൊക്കെ പറഞ്ഞത് കള്ളമായിരുന്നു അല്ലേ എന്നും പറഞ്ഞ് ഭാമ അങ്ങോട്ട് ആകെ ദേഷ്യപ്പെടുകയാണ്. അന്നേരം കാർത്തികയ്ക്ക് കരയാനല്ലാതെ അവിടെ ഒന്നും സാധിക്കുന്നില്ല. തുടർന്ന് സത്യഭാമ വിഷ്ണു എന്നിങ്ങനെ വിളിക്കുമ്പോൾ അകത്ത് നിൽക്കുന്ന വിഷ്ണു ആണെങ്കിൽ പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്. അന്നേരം എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ കാര്യങ്ങൾ ഇത്രയുമൊക്കെ ആയ സ്ഥിതിക്ക് ബാക്കി അവൾ തന്നെ പറയും എന്ന് പറയുന്നുണ്ട്. തുടർന്ന് കാർത്തികയോടും ഓരോരോ ചോദ്യങ്ങൾ ഇങ്ങനെ സത്യഭാമ ചോദിക്കുന്നുണ്ട്. ഞങ്ങളെ പറഞ്ഞ് പറ്റിക്കുകയായിരുന്നല്ലേ, നീ കള്ളമാണല്ലേ പറഞ്ഞത്, ഞങ്ങളെ ചതിക്കുകയായിരുന്നു അല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ശാലിനിയും പറയുന്നുണ്ട്, ആൾമാറാട്ടം തന്നെയാണ്, ആൾമാറാട്ടത്തിനുള്ള ശിക്ഷ എന്താണെന്ന് അറിയില്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അന്നേരം പിന്നെ കാർത്തികയാണെങ്കിൽ പെട്ടെന്ന് അങ്ങോട്ട് സത്യഭാമയുടെ കാലിലേക്ക് വീഴുകയാണ്. എന്നോട് ക്ഷമിക്കണം സത്യാമ്മയോട് ഈ കാര്യങ്ങളൊക്കെ തുറന്നു പറയാനായിട്ട് ഒരുപാട് തവണ ഞാൻ ശ്രമിച്ചതാണ്, വന്നതാണ്, പക്ഷേ എനിക്ക് അതിനൊന്നും കഴിഞ്ഞില്ല, എനിക്കൊരു അബദ്ധം പറ്റിയതാണ് സത്യാമ്മ, എന്നോട് ക്ഷമിക്കണം, എന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിടല്ലേ എന്നും പറഞ്ഞ് കാല് പിടിച്ചങ്ങോട്ട് കരച്ചിലാണ്. അന്നേരം രാഘവൻ നായർ ചോദിക്കുകയാണ്, പ്രസവിച്ച അമ്മയും വളർത്തിയ അച്ഛനെയും തള്ളി പറയുന്നതാണോ അബദ്ധം എന്നിങ്ങനെ ചോദിക്കുമ്പോഴും കാർത്തിക മനസ്സിൽ എന്തൊക്കെയോ അങ്ങ് ആലോചിച്ച് കൂട്ടുകയാണ്, കരയുന്നുണ്ടെങ്കിലും എന്തൊക്കെയോ അങ്ങ് പ്ലാൻ ചെയ്യുകയാണ്.
അന്നേരം പറയുന്നുണ്ട്, ഇവൾ നമ്മളെ പറഞ്ഞ് കബളിപ്പിച്ച ഇവളെ ജയിലിലടക്കുകയാണ് തന്നെയാണ് ഭാമയെ വേണ്ടത്, വിളിക്ക് പോലീസിനെ എന്ന് പറയുമ്പോൾ ഭാമ ശ്രദ്ധിക്കുന്നുണ്ട്. അന്നേരം രോഹിത്തും പറയുന്നുണ്ട്, അതേ സത്യമേ, പോലീസിനെ വിളിക്കുക തന്നെയാണ് വേണ്ടത് എന്ന് പറയുമ്പോൾ, എന്താ വിഷ്ണു, എന്താ നിനക്കെന്താ പറയാനുള്ളത് എന്ന് പറയുമ്പോൾ, പിന്നെ അവൾ തന്നെ പറഞ്ഞില്ലേ ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞ സ്ഥിതിക്ക് അമ്മയ്ക്ക് എന്തായാലും ഉചിതമായ തീരുമാനമെടുക്കാം, പക്ഷേ ഈ നടന്ന സംഭവങ്ങളൊന്നും എനിക്കറിയില്ല എന്നിങ്ങനെ വിഷ്ണു അങ്ങോട്ട് പറയുകയാണ്. അന്നേരം പിന്നെ ശാലിനി നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. പക്ഷേ എണീക്കെന്ന് ആദ്യം കാർത്തിക് അങ്ങോട്ട് എഴുന്നേൽക്കുന്നുണ്ട്. പക്ഷേ പിന്നീട് വീണ്ടും സത്യഭാമയുടെ കാലി വീണങ്ങോട്ട് പറയുകയാണ്, എന്നെ ക്ഷമിക്കണം, ഞാൻ ഒരു പുരുഷനെ സ്നേഹിച്ചു, ആ ഒരു തെറ്റ് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അച്ഛനും അമ്മയുമാണെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള ഒരാളിനെ കൊണ്ട് എന്നെ കല്യാണം കഴിപ്പിക്കാനായിട്ട് നോക്കി, പക്ഷേ എനിക്കിഷ്ടമുള്ള ആളിൻ്റെ കൂടെ അല്ലേ ജീവിക്കേണ്ടത്, അതിനു വേണ്ടി ഇറങ്ങി തിരിച്ചതാണ് ഞാൻ, ആ ഒരു തെറ്റ് മാത്രമേ ഞാൻ ചെയ്തുള്ളൂ, അതല്ലേ വേണ്ടത്. പക്ഷേ ഇവിടെ വന്ന് പെട്ടപ്പോൾ സത്യാമ്മയുടെ പ്രൗഢിയും ആഡംബരവും ആരെയും വരച്ച വരയിൽ നിർത്തുന്ന ആ ഒരു സ്വഭാവ മഹിമയും ഒക്കെ കണ്ടപ്പോൾ ഞാനങ്ങ് വീണ്ടുപോയി, എൻ്റെ മനസ്സിലൊരു വിഗ്രഹം പോലെ സത്യാമ്മ അങ്ങോട്ട് നിലനിന്ന് പോയി എന്നൊക്കെ പറഞ്ഞ് ഭാമയെ അങ്ങോട്ട് പാട്ടിലാക്കാൻ ശ്രമിക്കുകയാണ്. പിന്നെ ഭിക്ഷ ചോദിച്ചു വരുന്നവരെ കൈ വെടിയില്ലല്ലോ, അഭയം ചോദിച്ചു വരുന്നവരെ കൈ വെടിയില്ലല്ലോ സത്യാമ്മ, അങ്ങനെയുള്ള സത്യാമ്മയോട് എനിക്ക് ആരാധനയാണ് എന്നൊക്കെ പറഞ്ഞ് സത്യഭാമയെ അങ്ങോട്ട് കയ്യിലെടുക്കുകയാണ്. അന്നേരം രാഘവൻ നായരും രോഹിതും എല്ലാവരും ഇങ്ങനെ അന്തം വിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ കാർത്തികയുടെ അഭിനയമൊക്കെ കണ്ടിട്ട്. രാജേന്ദ്രനും ശൈലജയും വരെ അന്തം വിട്ട് നോക്കുന്നുണ്ട്. അന്നേരം പപ്പി പ്രാർത്ഥിക്കുകയാണ്, എൻ്റെ പൊന്നു കൃഷ്ണ പരീക്ഷിക്കരുതേ എന്നിങ്ങനെ ആ കൊച്ചിങ്ങനെ തൊഴുതുകൊണ്ട് നിൽക്കുകയാണ്. അന്നേരം സത്യഭാമ ഒന്നും മിണ്ടുന്നില്ല. വീണ്ടും വീണ്ടും സത്യഭാമയെ പുകഴ്ത്തി അങ്ങോട്ട് പറയുകയാണ്, അങ്ങനെയല്ലേ സത്യാമ്മ വേണ്ടത്, ഞാൻ വേറെ തെറ്റൊന്നും ചെയ്തില്ല, സ്നേഹിക്കുക മാത്രമേ ചെയ്യുള്ളൂ, അതിനു വേണ്ടിയാണ് ഞാൻ ഇറങ്ങി തിരിച്ചത് എന്നൊക്കെ പറയുമ്പോൾ ശാലിനി മനസ്സിൽ കരുതുകയാണ്, ഇവളുടെ പൂങ്കണ്ണീരിൽ സത്യാമ്മ മനസ്സിലിഞ്ഞ് പതറി നിൽക്കുകയാണെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ മാലിന്യ വശത്താക്കാനായിട്ട് ഇവൾ ഭയങ്കര മിടുക്കിയാണല്ലോ എന്നിങ്ങനെ ശാലിനിയും മനസ്സിൽ ചിന്തിച്ച് നിൽക്കുകയാണ്. തുടർന്ന് ആ കാർത്തികയുടെ പുകഴ്ത്തലിലൊക്കെ സത്യഭാമ അങ്ങോട്ട് വീഴുകയാണ്. ഭാമ പറയുന്നുണ്ട്, സ്നേഹിച്ച ആളിനൊപ്പം ജീവിക്കാൻ വേണ്ടി തന്നെയാണ് അവൾ ഈ കള്ളങ്ങളൊക്കെ പറയുന്നത്, അത് അവളുടെ സ്നേഹത്തിൻ്റെ സത്യസന്ധതയാണ്, അതിന് വേണ്ടിയിട്ടാണ് അവൾ ഈ കള്ളം പറഞ്ഞത്, അതിന് അവളെ കുറ്റം പറയാനായിട്ട് കഴിയില്ല എന്നിങ്ങനെ പറയുമ്പോഴും വിഷ്ണു ശാലിനിയും രാജേന്ദ്രനും ഒക്കെ ഭാമയെ തന്നെ ശ്രദ്ധിച്ച് നിൽക്കുകയാണ്. അന്നേരം അതേ സത്യാമ്മ, അതിനു വേണ്ടി മാത്രമാണ് ഞാനിതൊക്കെ ചെയ്തത്, സ്നേഹത്തിന് വേണ്ടി, അതിന് വേണ്ടിയിട്ടല്ലേ ഞാൻ ഈ പാടൊക്കെ പെട്ടത് എന്നിങ്ങനെ അങ്ങ് കാർത്തിക പറയുമ്പോൾ എല്ലാവരും ഇങ്ങനെ ശ്രദ്ധിച്ച് നിൽക്കുകയാണ്. അന്നേരം രാഘവൻ നായർ പറയുന്നുണ്ട്, അപ്പോൾ നീ സ്നേഹിച്ചത് ആരാണെന്ന് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കടി, ഈ ഇത്രയും കഥകൾ നീ പറഞ്ഞല്ലോ, ബാക്കി കൂടി പറയടി എന്നിങ്ങനെ പറയുമ്പോൾ ഇങ്ങനെ കാർത്തിക മനസ്സിലിങ്ങനെ ആലോചിക്കുകയാണ്. അന്നേരം രോഹിത്തും ദേഷ്യപ്പെടുകയാണ്, അങ്ങോട്ട് പറയടി എന്നിങ്ങനെ പറയുമ്പോൾ കാർത്തിക ഒരു നിമിഷം ഇങ്ങനെ ഞെട്ടുന്നുണ്ട്. അന്നേരം വിഷ്ണു സമാധാനിക്കുകയാണ്, ഓ രക്ഷപ്പെട്ടു, ഇന്നത്തോടുകൂടി ഈ മാരണം ഒഴിഞ്ഞു പോകുമല്ലോ എന്ന്. അന്നേരം ശാലിനിയും മനസ്സിൽ കരുതുന്നുണ്ട്, ഇനി എൻ്റെ മുന്നിൽ തടസ്സങ്ങളൊന്നുമില്ല, എനിക്ക് വിഷ്ണുവേട്ടൻ സ്വന്തമാണ് എന്നിങ്ങനെ കരുതുമ്പോൾ ഹർഷനാണ് എന്നങ്ങോട്ട് പറഞ്ഞു കൊടുക്കടി എന്നിങ്ങനെ ശാലിനി മനസ്സിൽ കരുതുകയാണ്. തുടർന്ന് ആരാണ് നീ സ്നേഹിക്കുന്നത്, ആരാണ്, അവൻ എവിടെയുണ്ട് എന്നിങ്ങനെ ഭാമ ചോദിക്കുമ്പോൾ അത് വേറെ ആരുമല്ല, എവിടെയും പോയിട്ടില്ല, ഇവിടെ തന്നെ ഉണ്ട് എന്ന് പറയുമ്പോൾ ഇവിടെയോ എന്നിങ്ങനെ എല്ലാവരും ചോദിക്കുകയാണ്. അന്നേരം എല്ലാവരും കാർത്തികയിൽ തന്നെ ഇങ്ങനെ ശ്രദ്ധ പതിപ്പിച്ച് നിൽക്കുമ്പോൾ ഞാൻ സ്നേഹിച്ചതും എന്നെ സ്നേഹിച്ചതും ഞാൻ ജീവിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടതും ഒക്കെ ഈ വിഷ്ണുവേട്ടന് വേണ്ടിയിട്ടാണ്, വിഷ്ണുവേട്ടനെയാണ് ഞാൻ സ്നേഹിച്ചത് എന്നിങ്ങനെ പറയുമ്പോൾ ശാലിനിയും എല്ലാവരും ഇങ്ങനെ അന്തം വിട്ട് നോക്കുന്നുണ്ട്. രാജേന്ദ്രനും ശൈലജയും വരെ അന്തം വിട്ട് നിൽക്കുകയാണ്. അവർക്കറിയാമല്ലോ ഹർഷനെയാണ് സ്നേഹിച്ചത് എന്നുള്ളതൊക്കെ. അന്നേരം വിഷ്ണു ഇങ്ങനെ ആകെ തുറച്ച കണ്ണുകളോട് നോക്കി കാർത്തികയെ തന്നെ ഒരു നിമിഷം ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. അതിനുശേഷം പക്ഷെ അത് കേൾക്കുമ്പോൾ സത്യഭാമയ്ക്ക് ആകെ സന്തോഷമാവുകയാണ്. പക്ഷേ ഒരു നിമിഷം നോക്കി നിൽക്കുന്ന വിഷ്ണുവിൻ്റെ കൺട്രോൾ ആകെ അങ്ങ് പോവുകയാണ്. എടി പന്നെ നീ കള്ളം പറയുന്നോടി എന്നും പറഞ്ഞ് സത്യഭാമയെ പിടിച്ചങ്ങോട്ട് മാറ്റിയിട്ട് കാർത്തികയുടെ അടുത്തേക്ക് വന്നിട്ട് ആദ്യം കരണം നോക്കി വിഷ്ണു ഒന്ന് പൊട്ടിക്കുന്നുണ്ട്. വീണ്ടും അങ്ങോട്ട് കൊങ്ങയ്ക്ക് കഴുത്തിനങ്ങോട്ട് ഇറുക്കി പിടിക്കുകയാണ്. വേണ്ട എന്ന് വിചാരിക്കുമ്പോൾ നീ വീണ്ടും എന്നെ ചതിക്കാനായിട്ട് നോക്കുന്നു, നീ എല്ലാവരെയും പറ്റിക്ക്, നീ വഞ്ചകയാണെന്ന് പറഞ്ഞ് വീണ്ടും കാർത്തികയെ അങ്ങോട്ട് വിഷ്ണു അടിക്കുന്നുണ്ട്. അന്നേരം പിടിച്ചു മാറ്റുകയാണ്. സത്യഭാമ അങ്ങോട്ട് പിടിച്ചു മാറ്റുന്നുണ്ട്. പക്ഷേ അടി കൊള്ളട്ടെ എന്നുള്ള രീതിയിൽ തന്നെ ബാക്കി എല്ലാവരും നിൽക്കുകയാണ്. പക്ഷേ കാർത്തിക അങ്ങോട്ട് കരഞ്ഞ് തകർത്ത് അഭിനയിക്കുകയാണ്. തുടർന്ന് സത്യഭാമ അങ്ങോട്ട് പിടിച്ചു മാറ്റുമ്പോൾ വിഷ്ണു പറയുകയാണ്, അമ്മ ഇതൊന്നും സത്യമല്ല, അമ്മ എന്നോട് ക്ഷമിക്കണം. അമ്മ മധുശ്രീയുമായിട്ടുള്ള കല്യാണം ഉറപ്പിച്ചപ്പോൾ തൽക്കാലത്തേക്കുള്ള രക്ഷപ്പെടലിന് വേണ്ടി ഞാൻ ഇവളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വന്നതാണ്. ഇവളെ സ്നേഹിക്കുന്നത് ഹർഷൻ എന്നൊരു പയ്യനെയാണ്. അപ്പോൾ അവൻ നാട്ടിലില്ലാത്തത് കൊണ്ട് തൽക്കാലത്തേക്ക് എൻ്റെ ഭാര്യയായിട്ട് ഇവിടെ തുടരാൻ വേണ്ടി ഞാൻ കൂട്ടിക്കൊണ്ട് വന്നതാണ്. ആ താലി ഞാൻ
കെട്ടിയതൊന്നും അല്ല എന്നിങ്ങനെ പറയുമ്പോൾ ഭാമ ഇങ്ങനെ അന്തം വിട്ട് നോക്കിയാണ്. അന്നേരം ഇതാണ് കാര്യം എന്നുള്ള രീതിക്ക് രാഘവൻ നായർക്കും ബാക്കി എല്ലാവർക്കും സംഭവം മനസ്സിലാകുന്നുണ്ട്. പക്ഷെ ഭാമ അന്നേരം അങ്ങനെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അന്നേരം ഞാൻ കെട്ടിയ താലിയൊന്നും അതങ്ങോട്ട് പൊട്ടിച്ച് കളയടി എന്നും പറഞ്ഞ് വിഷ്ണു വീണ്ടും അങ്ങോട്ട് കാർത്തിക അടുത്തേക്ക് വന്നിട്ട് ആ താലി പൊട്ടിക്കാനുള്ള ശ്രമത്തിലാണ്. അന്നേരം കാർത്തിക വീണ്ടും അഭിനയിക്കുകയാണ്. കാർത്തിക പറയുന്നുണ്ട്, അയ്യോ അത് പൊട്ടിക്കല്ലേ വിഷ്ണു ഏട്ടാ, ഒരു വിശ്വാസത്തിലാണ് ഞാനത് കഴുത്തിൽ കെട്ടിയിരിക്കുന്നത്, എന്നെ ഉപേക്ഷിക്കല്ലേ എന്നൊക്കെ പറയുമ്പോൾ വീണ്ടും കാർത്തികയെ ഉപദ്രവിക്കാനായിട്ട് വിഷ്ണു അടിക്കാനൊക്കെ വരികയാണ്. പക്ഷേ വീണ്ടും ഭാമയെ അങ്ങോട്ട് പിടിച്ചു മാറ്റുമ്പോൾ പറയുന്നുണ്ട്, ഇവള് പറയുന്നതൊക്കെ പച്ച കള്ളമാണ് എന്ന് പറഞ്ഞ് വീണ്ടും വിഷ്ണു പറയുകയാണ്. അന്നേരം കാർത്തിക വീണ്ടും കരഞ്ഞ് അങ്ങോട്ട് പറയുകയാണ്, എന്തൊക്കെയാണ് വിഷ്ണുവേട്ടൻ ഈ പറയുന്നത്, എന്നെ എല്ലാം പറഞ്ഞു പഠിപ്പിച്ചിട്ട് ഇപ്പോൾ വിഷ്ണുവേട്ടൻ എന്നെ കൈയൊഴിയുകയാണോ, ഈ ശാലിനിയെ കണ്ടപ്പോൾ ഇവളെ കണ്ടപ്പോൾ എന്നെ ഉപേക്ഷിക്കല്ലേ, വിഷ്ണുവേട്ടന് വേണ്ടിയിട്ടല്ലേ അച്ഛനെയും അമ്മയും ഒക്കെ ഉപേക്ഷിച്ച് ഞാൻ വന്നിരിക്കുന്നത്, ഇപ്പോൾ ഈ ശാലിനി ഒരിക്കലും വിഷ്ണുവേട്ടൻ ജീവിതത്തിലേക്ക് വരില്ല എന്നാണ് കരുതിയത്, ഇപ്പോൾ ഇവളെ കണ്ടപ്പോൾ എന്നെ ഉപേക്ഷിക്കുകയാണോ എന്നും പറഞ്ഞ് ഇവളങ്ങോട്ട് വീണ്ടും കരഞ്ഞ് തകർക്കുകയാണ്. പക്ഷേ വിഷ്ണു വിട്ടുകൊടുക്കാനായിട്ട് ഭാവമില്ല. വീണ്ടും കള്ളം പറയുന്നോടി എന്നും പറഞ്ഞ് വീണ്ടും കാർത്തികയുടെ അടുത്തേക്ക് വന്നിട്ട് കഴുത്തിനങ്ങോട്ട് വിഷ്ണു ബലമായിട്ട് നല്ല കുത്തിപ്പിടിക്കുന്നുണ്ട്. പക്ഷെ കാർത്തിക അങ്ങോട്ട് തകർത്ത് അഭിനയിക്കുകയാണ്. അവസാനം സത്യഭാമ അങ്ങോട്ട് പിടിച്ചു മാറ്റുന്നുണ്ട്. അന്നേരം വിഷ്ണു പറയുന്നുണ്ട്, ഇവൾ കള്ളിയാണ്, ഇവൾ ചതിക്കും, ഇവളെല്ലാവരെയും ചതിക്കും, ഇവൾ പറയുന്നത് മുഴുവൻ നുണയാണെന്നൊക്കെ വിഷ്ണു അങ്ങ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. തുടർന്ന് ഇതെല്ലാം കണ്ടുകൊണ്ട് നിന്ന രാജേന്ദ്രൻ പറയുകയാണ്, നമുക്കിവിടെ നിന്ന് പോകാം, ഇനി ഇവിടെ നിന്നിട്ട് യാതൊരു കാര്യവുമില്ല. അല്ല, അതിന് മുന്നേ പറയുന്നുണ്ട്, കാർത്തികയെ മതിയാക്ക് നിൻ്റെ ഈ നാടകം, ഈ കാര്യങ്ങളെല്ലാം സത്യാവസ്ഥ എന്താണ് എന്നുള്ളത് എനിക്കും നിൻ്റെ അമ്മയ്ക്കും ഒക്കെ അറിയാം, അതുകൊണ്ട് മര്യാദയ്ക്ക് നീ ഇവിടം വിട്ട് ഞങ്ങളോടൊപ്പം വരുന്നതാണ് നല്ലത്, നീ ഇപ്പോൾ തടസ്സമായിട്ട് നിൽക്കുന്ന മേഡത്തിൻ്റെ ജീവിതത്തിനാണ് തടസ്സമായിട്ട് നിൽക്കുന്നത്, അതുകൊണ്ട് വാ, നിൻ്റെ ഈ നാടകം മതിയാക്കി ഞങ്ങളോടൊപ്പം വാ എന്നിങ്ങനെ പറയുകയാണ്. തുടർന്ന് കാർത്തികയുടെ കയ്യിലേക്ക് ഇങ്ങനെ പിടിക്കുമ്പോൾ സത്യഭാമ തടയുകയാണ്. കൊണ്ടുപോകാനായിട്ട് പറ്റില്ല, ഇവളിപ്പോൾ എൻ്റെ സംരക്ഷണയിൽ കഴിയുന്നവളാണ് എന്നിങ്ങനെ പറയുമ്പോൾ എൻ്റെ മകളെ കൊണ്ടുപോകാനായിട്ട് നിങ്ങളുടെ അനുവാദം വേണോ, അതെന്തിന് എന്നിങ്ങനെ രാജേന്ദ്രൻ ചോദിക്കുന്നുണ്ട്. അന്നേരം ഇവളുടെ അച്ഛനും അമ്മയുമാണെന്ന് നിങ്ങൾ പറഞ്ഞുള്ള അറിവേ എനിക്കുള്ളൂ, അത് തെളിയിക്കണം, തെളിവ് സഹിതം തെളിയിക്കണം എന്നിങ്ങനെ പറയുമ്പോൾ രാഘവൻ നായർ ആകെ കലിയേറിയിരിക്കുകയാണ്. ഈ ഭാമ എന്തൊക്കെ വൃത്തികേടുകൾ മണ്ടത്തരമാണ് ഈ പറയുന്നത് എന്നുള്ള രീതിയിൽ രാഘവൻ നായർ ദേഷ്യം കൊണ്ട് കൈ ഇങ്ങനെ സെറ്റിയിലേക്ക് അടിക്കുകയും അന്തം വിട്ട് നിൽക്കുകയാണ്. വിഷ്ണുവും ശാലിനിയും എല്ലാവരും ഇത് തന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഭാമയുടെ ഈ പെട്ടെന്നുള്ള ഈ മാറ്റത്തിൽ. അന്നേരം കാർത്തികയ്ക്ക് ആകെ അങ്ങ് സന്തോഷമാവുന്നുണ്ട്. അന്നേരം തെളിയിക്കണം എന്നിങ്ങനെ പറയുമ്പോൾ ശൈലജയ്ക്ക് ദേഷ്യം വരുന്നുണ്ട്. ശൈലജ ചോദിക്കുകയാണ്, തെളിയിക്കണമെന്നോ, ഇവളെ 10 മാസം ചുവന്ന് പ്രസവിച്ച അമ്മയാണ് ഞാൻ, അതിനിപ്പോൾ തെളിവ് തരാനായിട്ട് ഇവളെ ചുമന്ന ഗർഭപാത്രം മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ, അത് ഞാനെടുത്ത് പുറത്ത് കാണിക്കണോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഭാമ ഒന്നിങ്ങനെ നോക്കുന്നുണ്ട്. എന്നിട്ട് പറയാണ്, പെറ്റിട്ടാൽ മാത്രം പോരാ, വളർത്താൻ പഠിക്കണം, ചൊല്ലിക്കൊടുത്തും തല്ലിക്കൊടുത്തും വളർത്താനായിട്ട് പഠിക്കണം എന്നിങ്ങനെ പറയുമ്പോൾ ഭാമയുടെ അഹങ്കാരത്തിന് മുന്നിൽ രാജേന്ദ്രൻ ശൈലജയും ഒക്കെ അങ്ങ് തോറ്റു പോവുകയാണ്. ഇവരെന്ത് പറഞ്ഞാലും കുലുങ്ങാത്ത സ്ത്രീയാണ് എന്നുള്ളത് അവിടെ രാജേന്ദ്രനും ശൈലജയ്ക്കും ബാക്കി എല്ലാവർക്കും മനസ്സിലാവുകയാണ്. അന്നേരം വാ ശൈലജയെ, നമുക്കിവിടെ നിന്ന് പോകാം, ഇനി ഇവിടെ നിന്നിട്ട് യാതൊരു കാര്യവുമില്ല, ഇങ്ങനെ ഒരു മകളില്ല എന്ന് തന്നെ കരുതാം എന്ന് പറഞ്ഞിട്ട് കാർത്തികേയൻ, നീ ഒന്നോർത്തോ, ഈ മാഡത്തിൻ്റെ കണ്ണിൽ നിന്നും വീണ കണ്ണീരിന് നീ കണക്ക് പറയേണ്ടി വരും, ഈശ്വരൻ്റെ മുന്നിൽ കണക്ക് പറയേണ്ടി വരും, ജീവിതകാലം മുഴുവൻ നീ കണക്ക് പറയേണ്ടി വരും എന്നിങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് പോകാമെന്നും പറഞ്ഞ് തിരിയുമ്പോൾ നിക്കി ചേട്ടാന്നിങ്ങനെ വിഷ്ണു പറയുകയാണ്. ഇതേ സമയം പിന്നെ പപ്പി മോളാണെങ്കിൽ പറയുന്നുണ്ട്, കണ്ണൻ എന്നോട് ചതിച്ചല്ലേ, അപ്പോൾ എന്നെ കൈവിട്ടല്ലേ, ഇനി ഞാൻ കണ്ണനെ പ്രാർത്ഥിക്കത്തുമില്ല പൂജിക്കത്തുമില്ല എന്നൊക്കെ ഈ കുട്ടി ഇങ്ങനെ പറയുന്നുണ്ട്. അതിനുശേഷമാണ് നിക്കി ചേട്ടാ എന്ന് പറഞ്ഞിട്ട് വിഷ്ണു ആണെങ്കിൽ രാജേന്ദ്രനെ പിടിച്ചു നിർത്തുന്നത്. എന്നിട്ട് വിഷ്ണു ആണെങ്കിൽ ആകെ ദേഷ്യത്തോടു കൂടി സത്യഭാമയോട് സംസാരിക്കുകയാണ്. അമ്മയെ ഞാൻ എതിർക്കുകയൊന്നുമല്ല, ഒരു പരിധിവരെ അമ്മ എടുക്കുന്ന തീരുമാനങ്ങളെ ഞാൻ എതിർത്തിട്ടുമില്ല, പക്ഷേ ഈ ഒരു ചോദ്യത്തിന്, ഇവിടെ എൻ്റെ ഒരു ചോദ്യത്തിന് അമ്മ മറുപടി തന്നേ മതിയാകൂ. ഇത്രയും വ്യക്തമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടും അമ്മ കണ്ണടച്ച് ഇരുട്ടാക്കുകയാണ്. അമ്മയോട് വ്യക്തമായിട്ട് കാര്യങ്ങൾ പറഞ്ഞതല്ലേ, കാരണം എന്താ, അമ്മയ്ക്ക് ശാലിനിയെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നില്ല, അമ്മയ്ക്ക് ശാലിനിയുടെ മുമ്പിൽ തോൽക്കാനും പറ്റില്ല, അമ്മയ്ക്ക് അമ്മയുടെ വാശിയാണ് വലുത്, ഈ മകൻ്റെ സന്തോഷമൊന്നുമല്ലല്ലോ അമ്മയ്ക്ക് വലുത്, അതല്ലേ കാരണം എന്നിങ്ങനെ കൈ ചൂണ്ടി വിഷ്ണു ഭാമയ്ക്ക് നേരെ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ എടുത്തെടുത്ത് ചോദിക്കുകയാണ്. അന്നേരം ഭാമ ഇങ്ങനെ തിളച്ചു നിൽക്കുകയാണ്. അന്നേരം അതേടാ എന്നിങ്ങനെ പറയുന്നുണ്ട്. അതെ, പിന്നെ എനിക്ക് അവളോടുള്ള വാശി തന്നെയാണ്, എന്ന് നീ ഇവളെ കണ്ടുമുട്ടിയോ, എന്ന് നീ കല്യാണം കഴിച്ചോ, അന്ന്
മുതൽ നിൻ്റെ കഷ്ടകാലം തുടങ്ങിയതാണ്. നിനക്കിപ്പോൾ നിൻ്റെ കളക്ടർ ഭാര്യ പറയുന്നതാണല്ലോ വേദവാക്യം. ഇത്രയും നേരം ഇങ്ങനെ എന്നോട് കൈ ചൂണ്ടി ഇങ്ങനെ സംസാരിക്കാനുള്ള ഊർജം പകർന്നു തന്നതും ഈ കളക്ടർ ഭാര്യ തന്നെയാണല്ലോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. എൻ്റെ വാശി തന്നെയാണ് എനിക്ക് വലുത് എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരവും വിഷ്ണു ആണെങ്കിൽ പറയുന്നുണ്ട്, അമ്മേ ഞാൻ വ്യക്തമായിട്ട് കാര്യങ്ങൾ പറഞ്ഞതല്ലേ, സത്യം അതാണ് എന്നൊക്കെ പറയുന്നുണ്ട്. ഇവൾ പറയുന്നത് കള്ളമാണ് എന്നൊക്കെ പറയുമ്പോൾ ഇവൾക്ക് സംരക്ഷണം കൊടുത്തത് ഞാനാണ്, ഈ കാർത്തികയ്ക്ക്. ഇവളുടെ കണ്ണുനീര് ഇവിടെ വീഴാനായിട്ട് ഞാൻ സമ്മതിക്കില്ല. ഇവൾക്ക് നീ ഒരു തവണയെങ്കിലും ആശ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവളെ നീ കൈ വെടിയരുത് വിഷ്ണു എന്ന് പറയുമ്പോൾ വീണ്ടും വിഷ്ണു പറയുകയാണ്, അമ്മേ അങ്ങനെയല്ല എന്ന് പറയുമ്പോൾ മതി നിർത്ത് എന്ന് പറഞ്ഞിട്ട് കൈ ചൂണ്ടി ഇങ്ങനെ ചൂണ്ടുവരൽ തന്നെ സത്യഭാമ വിഷ്ണുവിനെ നിർത്തുന്നുണ്ട്. എന്നിട്ടും ഭാമ പറയുകയാണ്. ഭാമ അവിടെ ശാലിനിയോടുള്ള ഭാമയ്ക്ക് കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് മനസ്സിലായി. പക്ഷെ അവിടെ സമ്മതിക്കാത്തതാണ്. ശാലിനി അംഗീകരിക്കാനായിട്ട് കഴിയാത്തത് കൊണ്ടും ശാലിനിയുടെ മുമ്പിൽ തോൽക്കാൻ കഴിയാത്തത് കൊണ്ടും ഭാമ അവിടെ സത്യങ്ങൾ അംഗീകരിക്കാതെ വിഷ്ണു പറഞ്ഞതുപോലെ കണ്ണടച്ചിരുട്ടാക്കുക തന്നെയാണ്. അന്നേരം രാഘവൻ നായരും രോഹിത്തും ഒക്കെ അങ്ങ് ആകെ ദേഷ്യത്തിൽ നിൽക്കുകയാണ് ഭാമയുടെ തീരുമാനത്തിൽ. പക്ഷെ അവരാരും ഒന്നും മിണ്ടുന്നില്ല. ശ്യാമയും എല്ലാവരും ഉണ്ട്. തുടർന്ന് പറയുന്നുണ്ട്, നീ ഇവളെ കൈവിടാനായിട്ട് പാടില്ല. നിന്റെ കല്യാണം ഞാൻ നടത്തുക തന്നെ ചെയ്യും. നിന്നെ മറിച്ചൊരു തീരുമാനമാണ് നീ എടുക്കുന്നതെങ്കിൽ ഈ വീടിൻ്റെ പടിവാതിൽ നിനക്ക് മുമ്പിൽ അടഞ്ഞിടുക തന്നെ ചെയ്യും. അതിനിപ്പോൾ ഒരു 10 ദിവസത്തേക്ക് ഞാനിപ്പോൾ ആശുപത്രി കിടന്നാലും അല്ല ഞാനങ്ങ് മരിച്ചു പോയാലും വേണ്ടില്ല, ആ തീരുമാനം ഞാൻ എടുക്കും വിഷ്ണു എന്നിങ്ങനെ സത്യഭാമ പറയുകയാണ്. നീ എൻ്റെ ജീവൻ്റെ ഒരു ഭാഗം തന്നെയാണ്. പക്ഷെ നിന്നെ അടർത്തി മാറ്റാനായിട്ട് ഒരു ശക്തിയും ആരെയും ഞാൻ സമ്മതിക്കില്ല എന്നിങ്ങനെ ശാലിനിയെ നോക്കി പറയുമ്പോൾ വിഷ്ണുവിന് ആകെ ദേഷ്യം വരികയാണ്. വിഷ്ണു ഒരു കൈ ചുരുട്ടി മറ്റേ കൈയിലേക്ക് തന്നെ ഇടിക്കുന്നുണ്ട്. എന്നിട്ട് പല്ല് കടിച്ചു പിടിച്ചങ്ങ് നിൽക്കുകയാണ്. അന്നേരം പിന്നെ ശാലിനി മനസ്സിൽ കരുതുന്നുണ്ട്, വിഷ്ണുവേട്ടൻ്റെ നാവടപ്പിക്കാനായിട്ടുള്ള ബുദ്ധി ഇവർക്കുണ്ട്. ഒരു തരത്തിലും ഈ സ്ത്രീ പിടി തരില്ല എന്നിങ്ങനെ ശാലിനി മനസ്സിൽ കരുതുകയാണ്. അന്നേരം കാർത്തികയെ മാത്രം ആകെ സന്തോഷമാവുകയാണ്. പക്ഷെ ബാക്കി എല്ലാവരും ഭാമയോടുള്ള ആകെ ഒരു ദേഷ്യത്തിൽ തന്നെ നിൽക്കുകയാണ്. തുടർന്ന് സത്യഭാമ ശാലിനിയുടെ അടുത്തേക്ക് ചെന്ന് പറയുന്നുണ്ട്, എൻ്റെ മകൻ വിഷ്ണുവിൻ്റെ മനസ്സിൽ വിഷം കുത്തിവെച്ചത് നീയാണെന്ന് എനിക്കറിയാം. അവൻ എന്നെ വേദനിപ്പിക്കുന്ന ഓരോ വാക്കിൻ്റെയും അതിൻ്റെ ഇരട്ടിയായിട്ട് നിന്നെ ഞാൻ ശപിച്ചുകൊണ്ടേയിരിക്കും. അതിൻ്റെ 10 മടങ്ങ് അവൻ എന്നെ വേദനിപ്പിക്കും തോറും ഞാൻ നിന്നെ വെറുത്തുകൊണ്ടേയിരിക്കും എന്നൊക്കെ ഇങ്ങനെ ഭാമ ശാലിനിയെ നോക്കി പറയുകയാണ്. നേരം രാഘവൻ നായരങ്ങ് കടിച്ചു പിടിക്കുകയാണ്. എന്താ ഭാമ ഇത് എന്നൊക്കെ രാഘവൻ നായർ അവിടെ ഇരുന്ന് പറയുന്നേ ഉള്ളൂ. വിഷ്ണു ആകെ ദേഷ്യത്തിൽ നിൽക്കുകയാണ്. എന്നിട്ട് ഭാമ പറയുന്നുണ്ട്, ഈ കാർത്തിക ഉണ്ടല്ലോ അവൾ ഇവിടെ തന്നെ ഉണ്ടാകും, വിഷ്ണുവിൻ്റെ ഭാര്യയായിട്ട് ഇവിടെ തന്നെ ഉണ്ടാകും എന്നിങ്ങനെ പറയുമ്പോൾ വിഷ്ണു ആകെ ദേഷ്യത്തോടു കൂടി ഇങ്ങനെ തിളച്ചിങ്ങനെ കാർത്തികയെ തന്നെ നോക്കുകയാണ്. പക്ഷെ കാർത്തിക മുഖം കൊടുക്കുന്നില്ല. കാർത്തിക ആകെ അങ്ങ് സന്തോഷത്തിൽ നിൽക്കുകയാണ്. തുടർന്ന് ദേഷ്യം വരുന്നുണ്ടെങ്കിലും ശാലിനി പറയുന്നുണ്ട്, ഒരുവിധം സംയമനത്തിൽ ശാലിനി പറയുന്നുണ്ട്, സത്യാമ്മേ മനസ്സുകൊണ്ട് ഒന്നിച്ചവരാണ് ഞാനും വിഷ്ണുവേട്ടനും. അഗ്നിപരീക്ഷയിലും അഗ്നിസാക്ഷിയായിട്ട് പരസ്പരം ഒന്നിച്ച് കഴിഞ്ഞോളാം എന്ന് പരസ്പരം വാക്ക് നൽകിയവരാണ് ഞാനും വിഷ്ണുവേട്ടനും. ഞങ്ങളുടെ ഉള്ളിലെ പ്രണയം ഞങ്ങളുടേത് മാത്രമായ അഹങ്കാരമായി നിലനിൽക്കുന്നിടത്തോളം കാലം ഒരു ശക്തിക്കും ഞങ്ങളെ വേർപിരിക്കാനായിട്ട് സാധിക്കത്തേയില്ല. ഇനി ഞങ്ങൾക്ക് 2 പേർക്കും ഒരുമിച്ചൊരു ജീവിതം ഉണ്ടെങ്കിൽ അതങ്ങനെ തന്നെ ആയി തീരുക തന്നെ ചെയ്യും. ഇതാരെയും ബോധ്യപ്പെടുത്താനായിട്ട് പറയുന്നതല്ല, നടക്കും എന്ന് ഉത്തമ ബോധ്യമുള്ളത് കൊണ്ട് തന്നെയാണ് പറയുന്നത് എന്നിങ്ങനെ ശാലിനി നല്ല ആത്മവിശ്വാസത്തോടു കൂടി സത്യഭാമയുടെ മുഖത്ത് നോക്കി പറയുമ്പോൾ ഭാമ ഇങ്ങനെ ദേഷ്യം കൊണ്ട് ജ്വലിക്കുകയാണ്. പക്ഷെ അത് കേൾക്കുമ്പോൾ രാഘവൻ നായർക്കും രോഹിത്തിനും ശ്യാമയ്ക്കും പപ്പിക്കും വിഷ്ണുവിനൊക്കെ വളരെ സന്തോഷമാവുന്നുണ്ട്. വിഷ്ണു ഇങ്ങനെ ശാലിനിയെ തന്നെ നോക്കുന്നുണ്ട്. പക്ഷേ അവർ തിളച്ച് മറിഞ്ഞ് നിൽക്കുകയാണ് സത്യഭാമ അവിടെ. കാർത്തികയും ആകെ ദേഷ്യത്തിൽ നിൽക്കുകയാണ്, ഒന്നും പറയാനാകാതെ. തുടർന്ന് ശാലിനി വിഷ്ണുവിനെ തന്നെ ഇങ്ങനെ നോക്കുന്നുണ്ട്. അത്രയും ആകുമ്പോൾ എപ്പിസോഡ് അവസാനിക്കുകയാണ്. എപ്പിസോഡ് കുറച്ച് നീളമുള്ളത്, ഡയലോഗും കാര്യങ്ങളൊക്കെ ഒരുപാടുള്ളത് കൊണ്ടാണ്. അപ്പോൾ അതിനുശേഷം ഇനിയിപ്പോൾ ശൈലജയും രാജേന്ദ്രനെയും കൂട്ടിക്കൊണ്ട് ശാലിനി അവിടെ നിന്ന് പോവുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇനിയാണ് ഹർഷൻ നാട്ടിലെത്തുന്നതും ഹർഷനെ ശാലിനി കണ്ടെത്തുന്നതും ഒക്കെ. കല്യാണത്തിൻ്റെ അന്ന് തന്നെ ഹർഷനെയും കൊണ്ട് ശാലിനി എത്തും. അതൊക്കെ കാണാം. ഓക്കെ, താങ്ക്